അഡ്വക്കേറ്റ് അനിൽകുമാർ നോക്കൂ, ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്ന് ശ്രീ PDT ആചാര്യയും ഒരു മാധ്യമത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈ SIR കുറിച്ചാണല്ലോ വലിയ ചർച്ച ബീഹാറിലൊക്കെ നടക്കുന്നത്. ആ SIR എന്നൊരു കാര്യം പോലും നമ്മുടെ ഭരണഘടനയിൽ ഇല്ല, RPAയിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ടിൽ ഇല്ല, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ ഇല്ല എന്നാണ് ശ്രീ PDT ആചാര്യ പറയുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനൽ സാധനം ഇല്ല. ഈ ഇൻറ്റൻസീവ് എന്ന വാക്ക് പോലും പെട്ടെന്ന് കയറി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് താല്പര്യമാണ് എന്നുള്ളത് 2-3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് കൂടെ നിൽക്കേണ്ടതാണ്. പക്ഷേ BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോൾ എന്താണ് പറയേണ്ടത്? അല്ല, ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ആരാണ്? ഭരണഘടന പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ ഇന്നുണ്ടോ? ആരാ ഇല്ലാതെയാക്കിയത്? ഭരണഘടനാപരമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇല്ലാതെയായി. C&AG ഫലപ്രദമായ റിപ്പോർട്ട് വയ്ക്കുന്നുണ്ടോ? നരേന്ദ്രമോദിയുടെ 10 കൊല്ലക്കാലത്തിനിടയ്ക്ക് C&AGയുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ എത്ര എണ്ണം വന്നു? ശരിയായ പരിശോധന ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് C&AG റിപ്പോർട്ടുകൾ വരുന്നില്ല? ആരാണ് ഇതിനെ തളർത്തേണ്ടത്? നമ്മുടെ സുപ്രീം കോടതിയിലെ അയോധ്യ കേസിൽ വിധി പറഞ്ഞയാൾ ഗവർണറായി പോകുന്നത് ഭരണഘടനയ്ക്കെതിരായ കടന്നാക്രമണമാണെന്നാണ് എൻ്റെ വാദം. അങ്ങനെ കേസിൽ വിധി പറഞ്ഞ ഒരാൾ, സംഘപരിവാരത്തിന് അനുകൂലമായി വിധിയുണ്ടാക്കിയ ആൾ രാജ്യസഭാംഗമായി അവിടെ പോയി ഇരിക്കുന്നത് ശരിയല്ല, ചീഫ് ജസ്റ്റിസ് ശരിയല്ല. അതോടുകൂടി ആ ഭരണഘടനാ സ്ഥാപനം പാട്ടിലാക്കപ്പെടുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നടന്നൊരു കാര്യം ഞാൻ പറയുന്നത് ആക്രമണമാണോ? ഇത് ചെയ്തവർ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആക്രമിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒരു ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക, നിങ്ങൾ ആ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ഫോമിൽ നിങ്ങളത് കൊടുക്കുമോ? അതായത് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി കൊടുക്കുമോ? സോഫ്റ്റ് കോപ്പി കൊടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വഴി എത്ര ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്ത് വേണം? ആ വോട്ടർ പട്ടികയുടെ ഫോട്ടോ കോപ്പി എടുത്ത് അത് സ്കാൻ ചെയ്ത് ഉള്ള ഫോമേ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കൂ. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും, നിങ്ങളൊരു ആപ്ലിക്കേഷനിലൂടെ അതിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്താനാവില്ല. അതിൽ കൃത്യമായിട്ട് വീട്ട് നമ്പറില്ലാത്ത എണ്ണം ഏതൊക്കെയെന്ന് കണ്ടെത്തണമെങ്കിൽ വളരെ എളുപ്പം ഒരു സോഫ്റ്റ്വെയർ വഴി കിട്ടും. അത് കൊടുക്കൂല. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയൂ. BJPയുടെ വക്താവിനോട് ചോദിക്കുകയാണ്. BJPക്കും കൊടുത്തോട്ടെ, എല്ലാ പാർട്ടിക്കും കൊടുക്കുക. വോട്ടർ പട്ടികയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാങ്കേതികമായ പരിശോധന സാധ്യമാകുന്ന വിധം ഡിജിറ്റൽ ഫോമിൽ ആ വോട്ടർ പട്ടികയുടെ പകർപ്പ് കൈമാറണം എന്ന് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അത് തയ്യാറാകുന്നില്ലെങ്കിൽ BJPക്ക് അതിന് പരാതിയുണ്ടോ? പ്രതിപക്ഷ പാർട്ടികൾ പറയുകയാണ് സോഫ്റ്റ് കോപ്പി കിട്ടണം. ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു, മെഷീൻ റീഡിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് കൊടുക്കില്ല എന്ന്. അതെ, അതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്താണ്? BJP തന്നെ ഇപ്പോൾ സമ്മതിച്ചു വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളുണ്ട്. എന്താണ് കുഴപ്പം? അവർ പരാതി കൊടുത്തു. ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, BJPയും പരാതിക്കാരാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് പരാതി കൊടുത്തത് BJPയാണ്. അത് സോണിയാഗാന്ധിയുടെ വോട്ടിനെ കുറിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വോട്ടിനെ കുറിച്ചായിരിക്കാം. പറഞ്ഞ കുറേ കള്ളമായിരുന്നു. പക്ഷെ പരാതിയുണ്ടല്ലോ. ഇപ്പോൾ BJPയുടെ പരാതി കൊടുത്താൽ ഉടനെ എന്താ വ്യാജമായ പരാതിയാണോ BJP കൊടുത്തത്? BJP പരാതി കൊടുത്തത് വഴി ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രക്രിയ നടത്തുന്നത് കേന്ദ്ര ഭരണകക്ഷിക്ക് പോലും സ്വീകാര്യമല്ലാത്ത വിധത്തിലാണെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർ തിരുത്തണമെന്നല്ലേ? അല്ല, ഞങ്ങൾ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല, ED പോയ പോലെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ കാര്യം, ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ പോളിംഗ് നടക്കുമ്പോൾ വൈകുന്നേരം ആ പോളിംഗ് ശതമാനം കണക്ക് പുറത്തുവിടാൻ തന്നെ തടസ്സം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് എത്ര കാലം കഴിഞ്ഞാൽ പുറത്തു വന്ന്? ഒരു ഇലക്ഷൻ കമ്മീഷൻ സ്വയം സുതാര്യമായിരിക്കണ്ടേ? സ്വന്തം അക്കൗണ്ടുകളായിരിക്കണ്ടേ? ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീതി കൊടുത്താൽ മാത്രം പോരാ, നീതി നിർവഹിച്ചുവെന്ന് ബോധ്യപ്പെടുത്തണം. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഡൺ,
നീതി നിർവഹിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താനുള്ള ഭരണഘടനാപരമായ ചുമതലയാണുള്ളത്. ഈ രാജ്യത്തെ 142 കോടി പൗരന്മാർ, ഓരോ പൗരന്മാരും പരാതിയായിട്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുക? ഒരു പൗരനും പരാതിയായിട്ട് പോകണം, അവർ വീട്ടിൽ ഇരുന്നാൽ മതി. വീട്ടിൽ ഇരിക്കണ പൗരനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇനി അടുത്ത കാര്യം, നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കാത്തത്, എന്യൂമറേഷൻ നടക്കാത്തത്, മാറ്റിവെക്കപ്പെട്ടത്? അതൊക്കെ വലിയ കുഴപ്പമാണ്. കോവിഡ് കഴിഞ്ഞ എന്യൂമറേഷൻ ഇല്ല. പക്ഷെ ബീഹാറിൽ ഓരോ വ്യക്തിയും ഫോറം പൂരിപ്പിക്കണം. അപ്പോൾ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് പോലെ ബീഹാറിലെ ഓരോ വ്യക്തിയും ഫോറം പൂരിപ്പിക്കണം. ഏത് ഫോറം? എവിടെ വെച്ച് പൂരിപ്പിക്കും? ആ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കായ ആളുകൾ പുറത്ത് പോയിരിക്കുകയാണ്. അവർ തിരിച്ചു ചെല്ലുമ്പോൾ വോട്ടില്ല. ഇത് ബീഹാറിൽ മാത്രമല്ല, ഉടനെ ബംഗാളിൽ വരാൻ പോകുന്നു, കേരളത്തിൽ ഉൾപ്പെടെ ഇനി നടപ്പിലാക്കാൻ പോകുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, കേരളത്തിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? 45 ദിവസം 50 ദിവസം ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം വോട്ട് കൊടുക്കാം. അത്തരത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ വോട്ടർ പട്ടിക കയറ്റാം. അതാണ് BJPയുടെ പരിപാടി. ഇവിടെ BJP ചെയ്ത ദ്രോഹം എന്താണ്? തൃശ്ശൂർ മണ്ഡലം അവരുടെ A ക്ലാസ് മണ്ഡലമായി, മറ്റെല്ലാം BO CO ഒക്കെ ആണല്ലോ. അപ്പോൾ A ക്ലാസ് മണ്ഡലത്തിലേക്ക് അടുത്തുള്ള മണ്ഡലങ്ങളിലെ RSSകാർ വന്ന് വോട്ട് ചേർക്കുക. അതാണ് തന്ത്രം. അതേത് തിരഞ്ഞെടുപ്പാണ്? അതെവിടുത്തെ തിരഞ്ഞെടുപ്പാണ്? ഒരു ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിന് തലേ ദിവസം വരെ, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്ന തലേ ദിവസം വരെ വോട്ട് പട്ടിക പേര് ചേർക്കാമല്ലോ. കുറേ BLOമാരെ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഇവർ പാട്ടിലാക്കും. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ റിപ്പോർട്ട് കൊടുക്കണം, ഇവരിവിടെ ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് തെളിവ് തരാം. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ റിപ്പോർട്ടില്ലാതെ അഡ്മിറ്റ് ചെയ്തു. ഈ പറയുന്ന ആളുകൾ സ്ഥലത്തില്ല എന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ വന്നപ്പോൾ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 68,000 അധികം വോട്ടുകളാണ് തൃശ്ശൂർ മാത്രം ചേർന്നത്. കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും അധികം തൃശ്ശൂരിൽ ചേരാനിടയായ സാഹചര്യം എന്താ? അത് പരിശോധിക്കണമെങ്കിൽ വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി കൊടുക്കണം. അത് സ്കാൻ ചെയ്തെടുക്കുന്ന കോപ്പിയല്ല വേണ്ടത്. പരിശോധിക്കത്തക്ക വിധം അതിൻ്റെ കെട്ടഴിച്ച് പരിശോധിക്കാൻ പറ്റുന്ന കോപ്പി കൊടുക്കണം. കൊടുക്കൂല. സുരേഷ് ഗോപിക്ക് 2 വോട്ടുണ്ടായത് മാത്രമല്ല പ്രശ്നം. ഒരു മണ്ഡലത്തിലേക്ക് ഒരാൾ മത്സരിക്കാൻ വന്ന ഉടനെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അടക്കം വന്ന് ഇവിടെ വോട്ട് ചേർക്കുക. നാട്ടിലെ RSSകാരെല്ലാം ഒരു പ്രത്യേക മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുക. അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കാൻ പോകുന്ന 5-6 മണ്ഡലങ്ങളിലേക്ക് ഈ കേരളത്തിലെ മുഴുവൻ BJPക്കാരുടെ വോട്ട് ചേർത്ത് ഒരു നിയമസഭാ മണ്ഡലം ജയിക്കാമെന്ന് വെച്ചാലോ? യെസ്, അത് കള്ളക്കളിയാണ്. അത്തരം കള്ളക്കളിക്കൊന്നും ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, നിയമം അംഗീകരിക്കുന്നില്ല. ശരി, ഇത്തരം പരാതികൾ പറയുന്ന വാനരന്മാരെക്കുറിച്ചാണ് ഇന്ന് സുരേഷ് ഗോപിക്ക് ഉണ്ടായ മറുപടി. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രതികരിച്ചത് ആ വിധത്തിലാണ്. അതിനെക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ അങ്ങേക്ക് പരാമർശം നടത്താം.